മോളുവാ വിളിച്ചത്. അപർണയെ വീട്ടിലെങ്ങും കാണുന്നില്ലെന്നോ? ആ മഹേട്ടാ, അപ്പുവിനെ കാണുന്നില്ല. വൈകുന്നേരം ഞങ്ങളൊന്ന് പിണങ്ങി. അപ്പൊ അതാണ് കാര്യം, പിണങ്ങി പോലും. നിനക്ക് അവളെ അവിടെ വഴിക്ക് വിട്ടുകൂടെ ഭദ്രേ? രണ്ടുപേർക്കും വയ്യെങ്കിലേ ഞാൻ എടുത്തോളാവേ. ഇതൊരു പണിഷ്മെന്റ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തതാ. കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. പക്ഷെ അപ്പോ അത് നിന്റെ അമ്മയല്ലേ? അതെ ഞാനിപ്പോ വരാം. അവര് വന്നെന്നാ തോന്നുന്നു. മോളെ ഇറങ്ങും മോളെ. ഒന്നുമില്ല. എന്റെ പൊന്നു മോളെ, നീ എവിടെയായിരുന്നു ഇതുവരെ? അമ്മയെ നീ വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ. വാ മോളെ, അകത്തേക്ക് വാ. ഇല്ല, എന്റെ ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്തിട്ടാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആ പ്രശ്നം ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുക. അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവാതെ ഞാൻ അകത്തോട്ടില്ല. സൊല്യൂഷനൊക്കെ ഉണ്ടാക്കാം. തൽക്കാലം നീ കാറിൽ നിന്ന് ഇറങ്ങ്. ഇല്ല, അങ്ങനെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയാലേ പോകുന്നത് പുറത്തോട്ടായിരിക്കും, അകത്തോട്ടായിരിക്കില്ല. ശരി, എന്താ വേണ്ടതെന്ന് നീ പറ. അമ്മ അതുപോലെ ചെയ്തോളാം. പറ മോളെ. അമ്മ മിഥുനെ വിളിച്ച് സോറി പറയണം. വെറുതെ വാശി പിടിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. ഇറങ്ങും മോളെ, സോറിയൊക്കെ പിന്നെ പറയാം. വേണ്ട, ഞാൻ പറയാം. ഭദ്രേ, നീയൊക്കെ അവളുടെ താളത്തിന് തുള്ളുന്നേ, ചുമ്മാതല്ല. പോട്ടെ ഏട്ടാ. നീ ആ പയ്യന്റെ നമ്പർ ഇങ്ങ് തന്നെ. 9747 100 183. ഹലോ, മിഥുനല്ലേ? അപർണയുടെ അമ്മയാണ്. ഇന്ന് വൈകുന്നേരം മിഥുനോട് വന്നപ്പോ ഞാൻ അല്പം മോശമായി പെരുമാറി. ഐ എം സോറി. ഞാൻ അത് പറയാനാ വിളിച്ചത്. ശരി, ഓക്കെ. ഞാൻ വിളിച്ചു പറഞ്ഞു. ഇനി നിനക്ക് അകത്തേക്ക് വന്നൂടെ? അവൾ എവിടെയായിരുന്നു? എന്റെ അടുത്തേക്ക് തന്നെയാ വന്നത്. ഞാനും പിന്നെ അറിഞ്ഞത്. അളിയൻ ന്യൂസ് അറിഞ്ഞു വന്നതാ. വരാതിരിക്കാൻ പറ്റുന്ന ന്യൂസ് ആയിരുന്നില്ലല്ലോ. അല്ലേലും എന്റെ പെങ്ങള് വിളിക്കുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അളിയൻ കയറി ഇരിക്കേ. അയ്യോ വേണ്ടായേ, ഞാനങ്ങ് ഇറങ്ങാം. ഇനി നിന്നാ ശരിയാവത്തില്ല. അളിയനെ അവള് മെനക്കെടുത്തിയല്ലേ? പഴയ കാലമായിരുന്നെങ്കിലേ അമ്മാവ സ്ഥാനം വച്ച് കരണത്തൊന്ന് പൊട്ടിച്ചേനെ. ഇത് പിന്നെ പിള്ളേരൊക്കെ വല്ലാതങ്ങ് വളർന്നുപോയില്ലേ. പക്ഷേ ഇതിനൊക്കെ അതേ ഉള്ളു മരുന്ന്. അത് കിട്ടി വളരാത്ത എന്റെ സോക്കേടായത്. എന്ത് കഷ്ടമാന്ന് നോക്കണേ. ഒരു ക്ലാസ്മേറ്റുമായിട്ടിരുന്ന് ചായ കുടിച്ചതാ ഇക്കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അത് വിട്ടുകളാ. പക്ഷെ മകനാകാൻ പ്രായമുള്ള ഒരു ചെറുക്കനോട് അമ്മയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതുണ്ടല്ലോ, അത് ഇൻഡിവിജ്വാലിറ്റിയുടെ ലക്ഷണമൊന്നുമല്ല, തനി തോന്നിവാസ. ആരാ ഇതിനൊക്കെ വളം വെച്ച് കൊടുത്തെന്ന് അറിയാഞ്ഞിട്ടല്ല. ബിയറും വൈനും ആയത് പിന്നെ കടയിലൊരു കച്ചവടം ഇല്ല. എന്നാ കേസിനും കൂട്ടത്തിലാണേലോ അത് വേണ്ടുവോളം ഉണ്ടുതാനും. വിജിലൻസും ലോകായുക്തയും ഇങ്ങനെ കിടക്കുകയല്ലേ കടല് പോലെ. അതിന്റെ കൂടെ ചാനലുകാരും. ഏത് നിമിഷം റെയ്ഡ് ഉണ്ടാവുന്നെന്ന് അറിയത്തില്ല. അതാ സിറ്റുവേഷൻ. അതിനിടയിലാ ഇമ്മാതിരി പടച്ചുണ്ടാക്കുന്ന ഓരോ പരിപാടികള്. അപ്പൊ ശരി അളിയോ,
ഇയാളുടെ ഒരു ബിയറും വൈനും. തണുത്ത് കാണുമല്ലേ? ലേശം ചൂടാക്കി. പിള്ളേര് കഴിച്ചോ? അവാർഡ് ജേതാവിന് തന്നിട്ടാവട്ടെ എന്ന് വെച്ചു. ശരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു ദിവസം ഞാനായിട്ട് നശിപ്പിച്ചു അല്ലേ? താൻ പോടൂ. വന്ന് കയറിയപ്പോ അപ്പൂനെ ആ പയ്യനെയും കണ്ടു. പിന്നെ എന്റെ കൺട്രോള് പോയി. അന്നേരം പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. താൻ ചെയ്തത് തെറ്റായിരിക്കാം. തെറ്റാണ്. പക്ഷേ അപ്പു ചെയ്ത് അതിലും വലിയ തെറ്റാ. അവൾക്ക് വേണ്ടി ഞാൻ തന്നോട് സോറി പറയുന്നു. ആദ്യ മഹിയേട്ട അവളുടെ കാര്യം ഓർക്കുമ്പോ അവളിങ്ങനെ എന്തിനും ഏതിനും ഇടഞ്ഞു നിൽക്കുമ്പോ കൈവിട്ടു പോകുന്ന പ്രായമല്ലേ? നീ ചുമ്മാ ഓരോന്നാലോചിച്ച് BP കൂട്ടണ്ട. ഇത്തിരി മുൻചുണ്ടി ഉണ്ടെന്നൊഴിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല അവൾക്ക്. സ്വന്തമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും ഫേസ് ചെയ്യാനും അറിയുന്ന ഒരു മിടുക്കി കുട്ടിയാ അവള്. അങ്ങനെ ബോൾഡായിട്ട് അവൾ മാറുക വേണ്ടത്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ബോൾഡായിട്ടൊന്നും ഒരു കാര്യമില്ല മഹിയേട്ട. കാണുന്നില്ലേ ഡൽഹിയിലും അവിടെ ഇവിടെ? എന്താ അവരൊക്കെ ബോൾഡാകാഞ്ഞിട്ടാ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞ മഹിയേട്ടനെതിരെ നിൽക്കരുത്. നമുക്ക് അവിടെ കല്യാണം ഉടനെ നടത്തിയാലോ? കല്യാണോ? ആ പഴയ കാര്യം എടുത്തിടാനായിരിക്കും. അവളതിന് സമ്മതിക്കത്തൊന്നുമില്ല. മഹിയേട്ടനായിട്ട് ഒരു എതിർപ്പും പറയരുത്. നിഖിലിന് എന്താ കുഴപ്പം? എന്റെ ഒരേ ഒരു ഏട്ടന്റെ ഒരേ ഒരു മോൻ. അതിലും നല്ലൊരു ബന്ധം അവൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, അതല്ല ഭദ്രേ. ഒന്നാമത് അയാൾക്ക് എന്നെ ഇഷ്ടമല്ല. നമ്മുടെ അപ്പൂനോടുള്ള ആറ്റിറ്റ്യൂഡ് അറിയാമല്ലോ. ഇന്നത്തെ ഈ കാര്യം കൂടി ആകുമ്പോൾ അങ്ങനെ സമ്മതിക്കത്തില്ല. സമ്മതിച്ചാൽ തന്നെ ഇതങ്ങ് ഒത്തുപോകുകയില്ല. അതങ്ങ് വിട്ടുകള. മഹിയേട്ടനല്ലേ ഇപ്പൊ കാട് കയറി ചിന്തിക്കുന്നത്? വേറെ ആരും അല്ലല്ലോ. എന്റെ ഏട്ടനല്ലേ, ഏട്ടന്റെ മോനല്ലേ. മാത്രമല്ല അപ്പോ നിഖിലും തമ്മിൽ അവരത്രയും നല്ല ഫ്രണ്ട്സാ. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഞാനിത് പറയാൻ നോക്കിയിരിക്കായിരിക്കും അവളെന്നാ. ആണോ? അതെ, കാര്യം അമ്മയും മോളും തമ്മിൽ ഉടക്കായിരിക്കും. പക്ഷെ ഈ പെണ്ണുങ്ങളുടെ മനസ്സ് പെണ്ണുങ്ങൾക്കേ മനസ്സിലാവത്തുള്ളൂ. നോക്കിക്കോ. നിന്റെ ലോകം ഈ വീട് മാത്രാ. അതാ നിനക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തത്. അതുകൊണ്ട് മോള് നീ പോ ഒന്ന് പോവാൻ. ചേച്ചിയുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ സ്വന്തം അമ്മ ഇങ്ങനെ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് ഇത്രയും താഴ്ത്തി കെട്ടെന്ന് വെച്ചാ ഡാം ചീപ്പ്. നിനക്കറിയാലോ, ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല അമ്മ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഇതിന് മുമ്പ് എത്രയോ ആർഗ്യുമെന്റ്സും ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അമ്മ വേണ്ട. എന്റെ മക്കള് തമ്മിൽ ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് കൂടണ്ട. ഞാൻ സോറി പറഞ്ഞല്ലോ, അതവിടെ തീർന്നു. ഇനി വേണ്ട. എനിക്കറിയാം അപ്പോ നിനക്ക് ഫീൽ ചെയ്ത് കാണും. അത് അമ്മയുടെ തെറ്റ് തന്നെ. നിന്റെ അമ്മ അങ്ങനെ ആയിപ്പോയി. ചില സമയത്ത് ഓരോന്ന് ആലോചിക്കാതെ അങ്ങ് പറയും. എന്ത് ചെയ്യാനാ? എന്റെ സ്വഭാവം
സഹിക്കാൻ പറ്റാതാവുന്നുണ്ടല്ലേ? എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാലും ഹോസ്റ്റലിൽ പോയി നിൽക്കണമെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ. ഓ അതോ? നിങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലിൽ പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിന്നെ എന്തിനാ? എന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നിന്റെയും ഇവളുടെയും ബഹളങ്ങളാ. അമ്മേ ബ്രേക്ക്ഫാസ്റ്റ്, അമ്മേ എന്റെ ബാഗ് എവിടെ, അമ്മേ ഞാൻ ഇറങ്ങാ, അങ്ങനെ ഒരു 100 അമ്മേ അമ്മേ. ഓരോ തവണയും നിങ്ങൾ എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോ നിങ്ങൾക്കത് വെറും ഒരു വിളിയാ. പക്ഷേ എനിക്ക് അതെന്റെ ജീവിതമാ, എന്റെ വിലയാ. അത് കേട്ടുകൊണ്ടാ ഉറങ്ങുന്നത്, അത് കേൾക്കാമല്ലോ എന്നോർത്താ ഉണരുന്നത്. പെട്ടെന്നൊരു ദിവസം അതില്ലാതായ. ഹോസ്റ്റലിൽ പോവാന്നൊക്കെ അപ്പോഴത്തെ ഒരു ചൂടിന് പറഞ്ഞു എന്നല്ലാണ്ട് എന്നാ നീ പോയിക്കോന്ന് പറഞ്ഞാ ഞാനങ്ങ് പോവൂന്നാ? കൊറേ പുളിക്കും. ആ പായസം എങ്ങ് തന്നെ. താ. ശരിക്കും പേടിച്ചു അല്ലേ? പേടിപ്പിക്കാൻ തന്നെ ചെയ്തതാ. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ വിഷമം തോന്നി. ഇവിടുത്തെ ചോറും കറിയും ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകുന്ന അമ്മയ്ക്ക് അറിയില്ലേ? അങ്ങനെ എന്നും ഇവിടുത്തെ ചോറും കറിയും കഴിച്ചു കൂടാൻ പറ്റുമോ? കെട്ടിച്ചു വിടാൻ പ്രായമായി പെണ്ണിനെ. ഓ തുടങ്ങിയല്ലോ. തമാശയല്ല, സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നേ. നമുക്കിനി അത് ആലോചിക്കണം. ആലോചിക്കല്ല, നടത്തണം. പണ്ടേ പറഞ്ഞു വച്ചൊരു സംഗതിയാ. എന്നാലും അതിനെ അങ്ങ് വെച്ച് താമസിപ്പിക്കണ്ടെന്നൊരു തോന്നല്. സത്യം പറയാവല്ലോ, അങ്ങനെ ഒരു വിശ്വാസം നിന്റെ മൂത്ത മോളുടെ കാര്യത്തിൽ എനിക്കില്ല. തമാശയല്ല, സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നേ. നമുക്കിനി അത് ആലോചിക്കണം. ആലോചിക്കല്ല, നടത്തണം. പറ്റിയ ഈ ചിങ്ങത്തിൽ തന്നെ. ചിങ്ങത്തിലോ? ആഹാ, പറഞ്ഞേ കേക്കട്ടെ കേക്കട്ടെ. നിഖിൽ ഇപ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ കാര്യങ്ങൾ സംസാരിക്കണം. നിഖിലേട്ടനോ? എന്താ അമ്മ ഇത്? ചേച്ചി, അമ്മ മൊത്തം കാര്യങ്ങൾ സെറ്റപ്പ് ആക്കിയിട്ടുള്ള വരവാ. ഒന്ന് പോടിയായിരുന്നു. അമ്മ ചുമ്മാ വട്ട് പറയല്ലേ. ഞാൻ നിഖിലേട്ടനെ കുറിച്ച് അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. മാത്രമല്ല, ഇത്രയും അടുത്ത റിലേഷൻസ് തമ്മിലുള്ള മാരേജ് മെഡിക്കൽ സയൻസ് ഏറ്റവും അധികം ഒപ്പോസ് ചെയ്യുന്ന കാര്യ. അറിയാമോ? ഡോക്ടേഴ്സ് വല്ലതും കേൾക്കണോ ഇത്? ഓരോന്ന് കണ്ടുപിടിച്ചു വന്നോളും. പുസ്തകത്തിൽ പറയുന്നൊക്കെ സത്യമായിരുന്നെങ്കിൽ കേരളത്തിൽ മുഴുവൻ മന്ദബുദ്ധികളായിരിക്കുമല്ലോ. എന്തിനാ, എന്റെ അച്ഛനും അമ്മയും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് മക്കളാ, അറിയാലോ. പണ്ടൊക്കെ എപ്പോഴും മുറച്ചെറുക്കന് പറഞ്ഞു വെച്ചതാകും മുറപ്പെണ്ണ്. അതാ നല്ലത്. വേറൊരു കുടുംബത്തിൽ ചെന്ന് കയറുന്നതിനേക്കാൾ പരസ്പരം അറിയാവുന്നവര്, ഒരേ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഒരു തർക്കമോ പിണക്കമോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റുമല്ലോ. ഇന്നെന്തൊക്കെയാ, 1 പറഞ്ഞ് 2 പറഞ്ഞ് 4 ഡൈവോഴ്സ് അല്ലേ മോളെ? കുടുംബക്കാര് നിൽക്കും കൂടെ. പണ്ടുള്ളവര് പറയുന്നതിലാ കാര്യമെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാ. അമ്മ ചുമ്മാ വീണ്ടും ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരുവാണല്ലോ. മോളെ മോളെ ദേ നോക്ക്, ഇന്ന് മോളെ അമ്മ ഒരുപാട് കരയിച്ചു. ഇന്നിനി ഇതിന്റെ പേരിൽ വീണ്ടും അമ്മയെ കരയിക്കരുത്. നിഖിൽ നിനക്കറിയാവുന്ന പയ്യനല്ലേ, നിന്റെ ഫ്രണ്ട് അല്ലേ? ഓ ചേച്ചി ചുമ്മാ പോസ് കാണിക്കുന്ന അമ്മ. ആക്ച്വലി ഐ തിങ്ക് ഷീ ലൈക്സ് ഹിം എ ലോട്ട്. കിട്ടുമെന്ന് മതി, നിർത്ത്. ഇപ്പൊ ഒരു സംസാരവും വേണ്ട.
ഇതൊന്നും ഇപ്പൊ ആലോചിക്കുകയും വേണ്ട. കിടന്നുറങ്ങാൻ നോക്ക്. സമയമാകുമ്പോ എല്ലാം അതിന്റെ വഴിയെ നടന്നോളും. കേട്ടല്ലോ? പൊയ്ക്കോ. ആ, ഗുഡ് നൈറ്റ്. അപ്പൊ എന്താ ചിങ്ങമാസം വന്നു പോയി കിടന്നുറങ്ങടി. നിന്നെ ഞാൻ സ്വന്തമാക്കും. എന്റെ മഹേഷേ, എന്റെ കയ്യിൽ നിന്നൊരു വാക്കോ തുമ്പോ വീഴും നീ നോക്കണ്ട. എന്തെങ്കിലും എന്റെ നാക്കയിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് നിനക്ക് ചാനലുകാർ കൊണ്ട് കൊടുക്കാനല്ലേ? എന്നിട്ട് അവർ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും. അതേ, അത് വേണ്ട. അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ കാണിക്കത്തില്ല. നിനക്കറിയാലോ, സ്വന്തം വീട്ടിലൊരു കാര്യം പെണ്ണും പിള്ളയോട് പറയുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ഞാൻ ആലോചിക്കും. എവിടെയാ ക്യാമറ, എവിടെയാ മൈക്ക് എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ കട്ട് ചെയ്തോ, ബാക്കി നാളെ നേരിൽ കാണുമ്പോൾ പറയാം. അന്നേരം വഴിവിട്ട് ഞാൻ എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പൊ ശരി. ഈ ബിയറും വൈനും ഒക്കെ മതി. കച്ചവടം ഇത്തിരി കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കുരിശൊക്കെ എടുത്ത് തോളത്ത് വയ്ക്കുന്നേ? കാര്യമായിട്ടൊരു കാര്യവും ഇല്ലാതെ നീ ലീവ് എടുത്തു എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കത്തില്ല. എന്താ കാര്യം? അങ്ങനെയൊന്നുമില്ല മോന്തേട്ടാ, പ്രത്യേകിച്ച് പുതിയൊരു കാര്യമൊന്നുമല്ല. അപ്പ കാര്യമുണ്ട്. ഈ പത്രത്തിൽ വല്ലതും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടോന്ന് ആർക്കറിയാം? ഓരോ ദിവസവും എന്തൊക്കെയാണോ. പിന്നെ അസംബ്ലി ഇല്ലാത്തതുകൊണ്ട് ശകലം സമാധാനമുണ്ട്. പറഞ്ഞാട്ടെ. പണ്ടേ പറഞ്ഞു വച്ചൊരു സംഗതിയാ. എന്നാലും അതിനെ അങ്ങ് വെച്ച് താമസിപ്പിക്കണ്ടെന്നൊരു തോന്നല്. നിഖിലിന്റെ അപർണയുടെ കാര്യമാ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് പണ്ട് തൊട്ടേ. എങ്കിലും ഇപ്രാവശ്യം മോൻ വരുമ്പോ അത് പറഞ്ഞുറപ്പിച്ച് തീയതി സമയം കുറിക്കണം. നിനക്കറിയാവുന്നതല്ലേ, എനിക്കാകെയുള്ള ഒരു കൊച്ചനാ. അത്യാവശ്യം ചൊല്ലും വിളിയായിട്ടാ ഞാൻ അവനെ വളർത്തിയേക്കുന്നത്. ബാംഗ്ലൂരിലെ പഠിത്തവും ഉദ്യോഗവും ഒറ്റയ്ക്കുള്ള താമസമൊക്കെയാ. എന്നാലും ഞാൻ വളർത്തിയ കൊച്ചനാണെന്നൊരു ഉറപ്പുണ്ട് എനിക്ക് അവന്റെ കാര്യത്തിൽ. ആ ഉറപ്പെന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. സത്യം പറയാമല്ലോ, അങ്ങനെ ഒരു വിശ്വാസം നിന്റെ മൂത്ത മോളുടെ കാര്യത്തിൽ എനിക്കില്ല. കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കന്റെ മുന്നിൽ വെച്ചൊന്ന് ഒച്ചയെടുത്തതിന് സ്വന്തം അമ്മയോട് അവള് കാട്ടിക്കൂട്ടിയത് ഇത്രയ്ക്കാണെങ്കിൽ നാളെ എന്റെ ചെക്കനെ അവളെടുത്ത് ഉടുക്കത്തില്ലയോ? നീ പറ. അല്ല, ചിലപ്പോ അതിനവൻ നിന്നു കൊടുക്കത്തില്ലായിരിക്കും. എന്നാലും അത് ഒത്തുപോകത്തില്ല. ഓട്ടക്കലവാന്ന് അറിഞ്ഞോണ്ട് എന്തിനാ നമ്മൾ വെള്ളം കോരുന്നേ? ഇനി വേണേലും ഈ ഒരു ബന്ധം നമുക്ക് ആലോചിക്കാം. ഇളയതിന്റെ കാര്യത്തിൽ നിഖിലിന്റെയും അപ്പന്റെയും മനസ്സില് വേറെ എന്തോ ആണെന്നാ എനിക്ക് തോന്നുന്നേ. ഓട്ടക്കലവാന്ന് അറിഞ്ഞോണ്ട് എന്തിനാ നമ്മൾ വെള്ളം കോരുന്നേ? ഇതാ നിന്റെ പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കണ്ണു കലങ്ങിക്കോളും. അല്ല ഏട്ടാ, അപ്പോ ഏട്ടൻ വിചാരിക്കുന്ന പോലെ ചീത്ത കുട്ടിയൊന്നും അല്ല. ചീത്തയാണെന്ന് ആര് പറഞ്ഞു? അതെ, വളർത്തുദോഷത്തിന്റെ കുഴപ്പാ. നിന്റെ അല്ല. അങ്ങേര അവളെ തലയെ കയറ്റിക്കൊണ്ടാണെന്ന് വഷളാക്കിയത്. ആമ്പിള്ളേരെങ്ങനെ ആയിക്കോട്ടെന്നേ, പെമ്പിള്ളാരെ നോക്കിയും കണ്ട് തന്നെ വളർത്തണം. എന്നാലും ഏട്ടാ, നീ വിഷമിക്കണ്ട. ഇനി വേണേലും ഈ ഒരു ബന്ധം നമുക്ക് ആലോചിക്കാം. ഇളയതിന്റെ കാര്യത്തിൽ. ഇളയതോ? അതിവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ, സമ്മതമേ ഉള്ളൂ. അത് മോളിന്റെ കാര്യം അതെനിക്കറിയാം. പക്ഷേ അപ്പോ അവള് നിഖിലിന്റെ കയ്യിലാണെങ്കിൽ എനിക്കതെന്നും ഒരു മനസമാധാന. നിനക്ക് മനസമാധാനം എന്ന് പറയുമ്പോ അത് ഞങ്ങളുടെ മനസമാധാന കേടുവാ. ഇങ്ങനെ നിന്നാലോ? വാ, ഒരു ചായ കുടിക്കാം. നിർമ്മലേ. ഏട്ടാ,
എന്താന്ന് വെച്ചാ പറഞ്ഞോ. അത് പിന്നെ നിഖിലിന്റെയും അപ്പന്റെയും മനസ്സില് വേറെ എന്തോ ആണെന്നാ എനിക്ക് തോന്നുന്നേ. അത് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്നാ പിന്നെ മോൻ എപ്പോഴും അവരുടെ കൂടെയൊക്കെ അല്ലേ. ഇപ്പൊ പിന്നെ ഈ SMS-ഉം സംസാരവും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടല്ലോ. നിർമ്മലേ, നീ ഇവള് പറയുന്നത് കേട്ടോ. നമ്മുടെ മോനും അപ്പവും തമ്മിൽ നമ്മുടെ ശ്രദ്ധയിൽ പെടാത്തതായിട്ടൊരടുപ്പമുണ്ടെന്ന് നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതിപ്പോ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരുടെ പാടും പടുതിയും കണ്ട് പണ്ടത്തെ പോലെ നമുക്കങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? അല്ലേ ഭദ്രേ? അന്നൊക്കെ ഒരു പയ്യനെ പെണ്ണെന്ന് നോക്കിയാലോ 2 വർത്തമാനം പറഞ്ഞാലോ അതങ്ങ് ഉറപ്പിക്കാമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഉറപ്പിക്കാൻ പോയാ എത്രണ്ണത്തിനെ ഉറപ്പിക്കും? എല്ലാരും അങ്ങ് ഫ്രണ്ട്സ് അല്ലേ. എല്ലാവരും എടാ പോടാന്നങ്ങ് വിളിക്കുന്നതും കേൾക്കാം. അല്ല, പക്ഷേ ഇപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു സംശയം തോന്നാഴികയില്ല. അതെ, കഴിഞ്ഞ തവണ അവനിവിടെ വന്നപ്പോ ഒരു ഗിഫ്റ്റ് കയ്യിലുണ്ടായിരുന്നു. ഇത്തിരി പൈസ മുടക്കുള്ള സാധനം പോലെ എനിക്ക് തോന്നിയത്. അവനാണെങ്കിലോ അതെന്നെ കാണിക്കാതിരിക്കാനുള്ള ശ്രമവും. അന്ന് അപ്പുവിനെ കാണാനെന്ന് പറഞ്ഞ് പോയപ്പോ അത് കൊണ്ടുപോകുന്നത് കണ്ടു. തിരിച്ചു വന്നപ്പോ ആ സാധനം അവന്റെ കയ്യിലില്ല. ഇപ്പൊ ആലോചിക്കുമ്പോ ഇല്ലേ, നിങ്ങക്ക് അങ്ങനെ തോന്നില്ലേ? ഇല്ലേ? ഇതെനിക്കൊരു പുതിയ അറിവാ. സംഗതി അങ്ങനെയാണേൽ, ഈ പറഞ്ഞതുപോലൊരിഷ്ടം അവരുടെ ഇടയിലുണ്ടെങ്കിൽ, അങ്ങനെയാണേൽ ഞാനായിട്ട് എതിര് നിൽക്കത്തില്ല. പക്ഷേ ഞാൻ ആദ്യം അവനോടൊന്ന് സംസാരിക്കട്ടെ. അവൻ ഞാൻ പറഞ്ഞാ കേൾക്കുന്നവനാ.